ഇവരെല്ലാവരും കൂടെ ഫോറസ്റ്റിൽ വെച്ചിട്ട് നല്ലൊരു രീതിയിൽ 2 ടീമും കൂടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരാൾ ഇവനെ കുത്താൻ വേണ്ടി പോകുമ്പോൾ ഇവൻ്റെ കൂടെയുള്ള ഒരാൾ അത് തടയുന്നുണ്ട്. ഈ വൈറ്റ് ഡ്രസ് ഇട്ട ആളാണ് തടയുന്നത്. നെഞ്ചിൽ തന്നെ കത്തി കുത്തി കയറുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സോൾജേഴ്സൊക്കെ വന്നിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ ഫൈറ്റിന് വന്ന ഓപ്പോസിറ്റ് ടീമിലുള്ള ആൾക്കാരെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. അതിലൊരാൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി പറ്റുന്നുണ്ട്. അവിടെ തന്നെ വീഴുകയും ചെയ്യുന്നുണ്ട്. അവൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഒരാളടുത്ത് ഓടി രക്ഷപ്പെടാൻ പറയുകയാണ്. അപ്പോൾ അവൻ മനസ്സോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഡ്രസ് ഇട്ട ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഫെയിൻ്റായിട്ട് വീഴുകയാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും ഇതൊക്കെ കണ്ട് ഈ ഫൈറ്റിലുണ്ടായിരുന്ന ഒരാളും പെട്ടെന്ന് തന്നെ ടയേർഡായിട്ട് ഫെയിൻ്റ് ചെയ്ത് വീഴുന്നുണ്ട്. അവനും ഈ ഫൈറ്റിൻ്റെ ഇടയിൽ നല്ല ഇഞ്ചുറീസൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഫെയിൻ്റ് ചെയ്ത് വീണത്. അങ്ങനെ ഇവിടുത്തെ പാരമ്പര്യ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് അവനെ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ ബോധമൊക്കെ വന്നതിന് ശേഷം ഇവരെല്ലാവരും കൂടെ പോയി അവനെ കാണാണ്. അപ്പോൾ ഇവന് വേദനയൊക്കെ ഉണ്ടെങ്കിലും പാതി മയക്കത്തിൽ അവൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഫൈറ്റിന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി അവനെ വന്ന് കാണുകയും അവൻ്റെ അടുത്തിരിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് എല്ലാവരും അവനെ അവിടെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊരു ചൈനീസ് ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. അങ്ങനെ അവനെ എല്ലാവരും കൂടെ ചേർന്ന് നന്നായിട്ട് കെയർ ചെയ്ത് ഇവൻ്റെ അസുഖമൊക്കെ കുറേശ്ശെ ഭേദമായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്ത് ഈ സോൾജേഴ്സ് അവിടെ വന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് അപ്പോഴേ രക്ഷപ്പെടാൻ പറ്റിയിരുന്നത്. ഇത് പെട്ടെന്നുണ്ടായിരുന്ന ഒരു അറ്റാക്കാണ്. അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു അറ്റാക്കാണ്. എന്നാൽ പോലും അവരെ ബെസ്റ്റായിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു അപകടമാണ് ഇത്. എന്നാൽ വലുതായിട്ട് ആർക്കും അങ്ങനെ പരിക്കൊന്നും സംഭവിക്കാതെ തന്നെ രക്ഷപ്പെടുന്നുണ്ട്. ഇവന് കത്തി കൊണ്ട് കുത്തി ഏൽക്കുന്നുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇവൻ്റെ അസുഖവും ക്യൂർ ആവുന്നുണ്ട്. അങ്ങനെ ഇവരെ കണ്ടീഷനെല്ലാം പഴയതുപോലെ ആവുകയാണ്. ഇനി ഇവർ പ്രതികാരം ചെയ്യുന്നതിൻ്റെ സീനൊക്കെ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.